ഇന്ന് ഞങ്ങളുടെ സെക്കൻഡ് ഡേ ആണ് അബുദാബിയിൽ. കാലത്ത് തന്നെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷം അബുദാബിയിൽ ഫെരാരി വേൾഡിലേക്ക് തപ്പിപ്പോയി. അപ്പോൾ എൻട്രൻസിലെത്തി. ഇസ നല്ല ഉറക്കത്തിലായിരുന്നു. പാവത്തിനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. എഴുന്നേറ്റതിന് ശേഷം നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു അങ്ങോട്ട് ഓടി പോകാൻ വേണ്ടി. അപ്പോൾ എൻട്രൻസിൽ തന്നെ ആ ഒരു റേസിംഗ് കാർ അവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് മെയിൻ എൻട്രൻസ്. അപ്പോൾ ടിക്കറ്റും സാധനങ്ങളെല്ലാതും ഓൾറെഡി മുന്നേ ബുക്ക് ചെയ്തിരുന്നു. ഒരു ഫാമിലിയുടെ ഫോട്ടോസൊക്കെ എടുത്ത് ചുമ്മാ അപ്പോഴാണ് ഫെരാരിയുടെ ശരിക്കുള്ളൊരു ലോഗോ എല്ലാം വെച്ചിട്ട് ഒരു വലിയൊരു കട്ടൗട്ട് അവിടെ ഇരിക്കേണ്ടായിരുന്നത്. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞൊരു പുതിയൊരു ലോകമാണ്, ഗെയിമിൻ്റെ ഒരു ലോകം. മനുവിന് വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഫെരാരി വേൾഡ് കാണുക എന്നുള്ളത്. അപ്പോൾ അവൻ്റെ സ്വപ്നം തന്നെ അങ്ങോട്ട് നടത്തി കൊടുക്കാമെന്ന് വിചാരിച്ചു ഫസ്റ്റ്. അങ്ങനെ ഇസിയും മനുവും കൂടി ഓരോരോ വണ്ടി കണ്ടു. ഞാൻ അവൻ്റെ പിന്നാലെ ക്യാമറയായിട്ട് തൂക്കി നടന്നു. അപ്പോൾ എത്ര കണ്ടിട്ടും അവന് മതിയാവുന്നില്ല. മേടിച്ചു കൊടുക്കാനുള്ള കാശും ഇല്ല. അവന് നമ്മളവിടെ വെച്ച് പ്രോമിസ് കൊടുത്തു, ഒരു സമയത്ത് നമ്മത് മേടിച്ച് തരുന്നു. അങ്ങനെ അവന് കാറിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്നറിയാത്ത ദീപ്തിയോട് ചോദിച്ചെല്ലാം അറിഞ്ഞു. ദീപ്തി അറിയണ പോലെയൊക്കെ എല്ലാം പറഞ്ഞു കൊടുത്തു. പിന്നെ ഫെരാറിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ ഓരോ സെപ്പറേറ്റ് ഗെയിമാണ്. ഇത് ഞാനും മനും കൂടി ഒരു റൈഡ് പോയതാണ്. ഇത് കാർ ഓടിച്ചിട്ട് ഇസ ഒന്ന് ഓടിച്ച് നോക്കുന്നതാ, നടക്കുമോ നടക്കില്ലേന്ന്. അങ്ങനെ ഇസ ഓടിച്ച് തേർഡ് അടിച്ചു. എല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് നേരമായി. ഭക്ഷണം കഴിക്കുന്ന നേരത്താകുമ്പോൾ മനു പറഞ്ഞു ചെറുതായിട്ട് വിശപ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ ബർഗറും അങ്ങോട്ട് അടിച്ച് കയറ്റി. അതിനുശേഷം മനു അറിയണ പോലേക്കും ഗെയിം കളിക്കുന്നുണ്ട്. എന്തൊക്കെയോ കാറൊക്കെ ഓടിച്ച് തിരിച്ച് വണ്ടി ഓടിച്ചു. അതിൻ്റെ ഇടയിൽ ഇസ ഡാൻസ് കളിച്ചിട്ട് ഒരു ഡാൻസ് ഉണ്ടായിരുന്നു, അതിൽ അവൾക്ക് പ്രൈസും കിട്ടി. ആ ഗെയിം നടക്കുന്നിടത്ത് ഒരു ഫണ്ണി ആയിട്ടൊരു ഗെയിം ഉണ്ടായിരുന്നു. എത്രയും ഫാസ്റ്റായിട്ട് ഈ റേസിംഗ് കാറിൻ്റെ ടയർ മാറ്റി ഫിറ്റ് ചെയ്യണം. ഇത് നമ്മുടെ സ്വയം തൊഴിലായതുകൊണ്ട് വിട്ടുകളഞ്ഞില്ല, മത്സരത്തിൽ പങ്കെടുത്തു. നമ്മളും എനിക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ഫാസ്റ്റായിട്ട് ഞാനും ചെയ്ത് നോക്കി. എല്ലാവരും കൈയൊക്കെ അടിച്ചു. എന്താണെന്നറിയില്ല, 2 ടയറും ഊരി അങ്ങോട്ടും ഇങ്ങോട്ടും ഫിറ്റ് ചെയ്തു. പക്ഷേ അവർ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് നമുക്ക് കാണിച്ചു തന്നിരുന്നത്. പക്ഷെ അത്ര ഫാസ്റ്റിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. മാക്സിമം ഫാസ്റ്റായിട്ട് ചെയ്യാൻ നോക്കി. അങ്ങനെ നമുക്ക് 20 ഇതാണ് കിട്ടിയിരുന്നത്.